എം.എസ്. സുബ്ബലക്ഷ്മി. നിരന്തരമായ സാധന കൊണ്ട് കർണാടക സംഗീതത്തിൻ്റെ ഉയരങ്ങൾ താണ്ടിയ അതുല്യ പ്രതിഭയായിരുന്നു എം.എസ്. സുബ്ബലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മധുരൈ ഷൺമുഖവടിവ് സുബ്ബലക്ഷ്മി. അവർ ആലപിച്ച ശ്രീ വെങ്കടേശ സുപ്രഭാതത്തിലൂടെ ഇന്ത്യക്കാരുടെ പ്രഭാതങ്ങളെ സംഗീതസാന്ദ്രമാക്കിയ സുബ്ബലക്ഷ്മി മരണം വരെ ഭാരതീയരുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റി. ചലച്ചിത്ര പിന്നണി ഗാന മേഖലയിൽ ശ്രദ്ധയൂന്നാതെ ഇത്രയേറെ ജനപ്രീതി നേടിയ സംഗീത പ്രതിഭകൾ ഇന്ത്യയിൽ വിരളമാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളുടെ കലവറ എന്നാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഈ വാനമ്പാടിയെ വിശേഷിപ്പിച്ചത്. വൃന്ദാവനത്തിലെ തുളസി എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ സംബോധന. വിലക്കപ്പെട്ട സമൂഹമായ ദേവദാസികളുടെ ഇടയിൽ നിന്ന് സംഗീതത്തിൻ്റെ ഉത്തുംഗങ്ങളിലെത്തിയ ചരിത്രമാണ് സുബ്ബലക്ഷ്മിയുടേത്. പുരുഷന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കർണാടക സംഗീത രംഗത്തേക്ക് സധൈര്യം കടന്നുവന്ന് സംഗീതശുദ്ധി കൊണ്ട് മാത്രം നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച ഇവർ ശാസ്ത്രീയ സംഗീത ലോകത്തെ ഇതിഹാസമാണെന്ന് മനസ്സിലാക്കാം. തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരമായ മധുരയിലെ പരമ്പരാഗത സംഗീത കുടുംബത്തിൽ 1916 സെപ്റ്റംബർ 16 സുബ്ബലക്ഷ്മി ജനിച്ചത്. 13-ാം വയസ്സിൽ ആദ്യ കച്ചേരി അവതരിപ്പിച്ച സുബ്ബലക്ഷ്മി ഗുരുക്കന്മാരെ വിസ്മയിപ്പിച്ച് വളർച്ചയുടെ പടവുകൾ ചവിട്ടി. 17-ാം വയസ്സിൽ മദ്രാസ് സംഗീത അക്കാദമിയിലെ കച്ചേരിയോടെ സുബ്ബലക്ഷ്മി പൊതുരംഗത്ത് അറിയപ്പെടാൻ തുടങ്ങി. ഇവിടെ നിന്നങ്ങോട്ട് ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, തമിഴ്, മലയാളം, തെലുങ്ക്, സംസ്കൃതം, കന്നഡ തുടങ്ങിയ എല്ലാ ഭാഷകളിലും അവർ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. സംഗീതജ്ഞനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന സദാശിവത്തെ കണ്ടുമുട്ടിയത് സുബ്ബലക്ഷ്മിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. 1936 ഇത്. എം.എസിൽ മറഞ്ഞുകിടന്ന മാധുര്യമേറിയ സ്വരരാഗങ്ങളെ പുറത്തെടുക്കാൻ ഈ ബന്ധം നിമിത്തമായി. 1940 ഇവർ വിവാഹിതരായി. ഭർത്താവ് മാത്രമല്ല ഗുരുവും വഴികാട്ടിയുമൊക്കെയായിരുന്നു സദാശിവം. സദാശിവവുമായുള്ള ബന്ധം ഗാന്ധിജി, നെഹ്റു തുടങ്ങിയ ദേശീയ നേതാക്കളുമായി കണ്ടുമുട്ടുന്നതിനും സഹായകമായി. സമകാലികരായ ഒട്ടേറെ സംഗീത പ്രതിഭകളുടെ സ്നേഹാദരം പിടിച്ചുപറ്റാൻ സുബ്ബലക്ഷ്മിക്ക് ഭാഗ്യമുണ്ടായി. വാനമ്പാടി എന്ന എൻ്റെ ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു എന്നാണ് എം.എസിനെ പറ്റി സരോജിനി നായിഡു പറഞ്ഞത്. ഹിന്ദുസ്ഥാനി കർണാടക സംഗീതവേദികളിൽ എം.എസ് എന്നാൽ ഏവരും ബഹുമാനിച്ചിരുന്ന നാമമായിരുന്നു. ഒട്ടേറെ പുരസ്കാരങ്ങളും സുബ്ബലക്ഷ്മിയെ തേടിയെത്തി. 1998 പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അവരെ ആദരിച്ചു. 1997 ഭർത്താവ് സദാശിവത്തിൻ്റെ മരണത്തോടെ സുബ്ബലക്ഷ്മി പൊതുവേദികളിൽ പാടുന്നത് അവസാനിപ്പിച്ചു. ഹൃദയത്തിൻ്റെ ക്രമം തെറ്റിയ പ്രവർത്തനവും ന്യൂമോണിയയും മൂലം 2004 ഡിസംബർ 11 ആ സ്വരരാഗ ഗംഗാപ്രവാഹം നിലച്ചു.